ഹലോ, നമ്മൾ ഒത്തിരി കാലമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഓണത്തിൻ്റെ തിരക്കും പിന്നെ എൻ്റെ കണ്ണിലൊരു ചെറിയ ഇൻഫെക്ഷനല്ല, അത്യാവശ്യം നല്ല വലിയ ഇൻഫെക്ഷനായിരുന്നേ. അപ്പോൾ ഒരു മാസത്തിന് മുകളിലായിട്ട് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോഴത്തേക്ക് നമുക്ക് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് മൊബൈൽ നോക്കാനേ പറ്റില്ലായിരുന്നു. അങ്ങനെയാണ് വീഡിയോ ലേറ്റ് ആയത്. അപ്പോൾ നമുക്ക് ഇനി മുതൽ റെഗുലറായിട്ട് വീഡിയോ ഇടുന്നതാണ്. ഇതേണ്ട ഈ അടീനിയം കണ്ടോ, ഈ അടീനിയം എന്ന് പറയുന്നത് നമ്മളിതിന് മുന്നേ റോഡിൽ കിടന്ന് കിട്ടിയ അടീനിയം എന്നും പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. റോഡിൽ കിടന്ന് കിട്ടിയതാണ് സത്യമായിട്ട് എനിക്കിത്. അപ്പോൾ ഇത് നമ്മൾ കിട്ടിയ സമയത്ത് ഇതിൻ്റെ റൂട്ടിൽ എൻ്റെ കാഡക്സിലൊക്കെ കുറേ അഴുകിയ നിലയിലായിരുന്നു. അപ്പോൾ നമ്മളതെല്ലാം ട്രീറ്റ് ചെയ്തു മാറ്റി. അത് കഴിഞ്ഞ് നമ്മളിത് പോട്ട് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ, പോട്ടി മിക്സൊക്കെ തയ്യാറാക്കുന്ന വീഡിയോ, നമ്മളിതെങ്ങനെയാണ് പോട്ട് ചെയ്തതെന്നൊക്കെ. അപ്പോൾ ഈ പോട്ട് ചെയ്ത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു. ഈ മഴ സമയത്ത് ഈ ചട്ടി അങ്ങ് പൊട്ടി, അതിൻ്റെ സൈഡെല്ലാം പൊട്ടിപ്പോയി. അപ്പോൾ നമ്മളൊന്നും ചെയ്തില്ല. പൊട്ടിയ ചട്ടിക്കകത്ത് തന്നെയാണ് ഇതിപ്പോഴും നിൽക്കുന്നത്. ചട്ടി പൊട്ടിയത് നോക്കിയപ്പോഴത്തേക്ക് ഇതിന് തളിർപ്പ് വരാൻ തുടങ്ങി. കാരണം ഇത് നമുക്ക് ഒരു ഇല പോലും ഇതിനകത്തില്ലായിരുന്നു. നമ്മൾ മൊത്തത്തിൽ പ്രൂൺ ചെയ്തായിരുന്നേ. അപ്പോഴത്തേക്ക് ഇത് നല്ല ഇലകളൊക്കെ പൊട്ടി തുടങ്ങി. പിന്നെ നോക്കിയപ്പോൾ മൊത്തത്തിൽ മൊട്ടാണ്. ഈ അടീനെ ഞാൻ പോട്ട് ചെയ്തപ്പോൾ ഇത് ഏത് കളറാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ നല്ല ഫ്ലവേഴ്സ് വന്നു. ഭയങ്കര സന്തോഷമായി. ഫുള്ള് ഫ്ലവേഴ്സാണ് ഈ അടീനിയം മുഴുക്കെ. ഇതിന് ഒരുപാട് ഫെർട്ടിലൈസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നല്ല വെയിലത്ത് വെച്ചാൽ മതി, നല്ല പോലെ പൂക്കളുണ്ടാവും. വെള്ളം വളരെ കുറച്ച് മതി അടീനിയം പ്ലാന്റ്സിന്. നമുക്ക് അടീനിയം ഒരു പ്രാവശ്യം നമ്മൾ നട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളതിനെ ഒട്ടും കയറേണ്ട കാര്യമില്ല. അത് ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്ത് കൊടുത്താൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഒരുപാട് ബ്രാഞ്ചസ് വരും കേട്ടോ. ഇപ്പം എൻ്റെ കൈ കിട്ടിയ അടീനിയം ഇങ്ങനെ കിടക്കുമായിരുന്നു. ഇതിൻ്റെ കമ്പൊക്കെ നീണ്ട് ഒരു വല്ലാണ്ടൊക്കെ കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയില്ലല്ലേ. അപ്പോൾ ഞാനത് പോട്ട് ചെയ്തപ്പം തന്നെ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പോട്ടി മിക്സ് തയ്യാറാക്കി നമ്മൾ നട്ടതിന് ശേഷം ഇതെല്ലാം നല്ല രീതിയിൽ പ്രൂൺ ചെയ്ത് കൊടുത്തു. ഞാനിത് ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ ഇതിൻ്റെ കാഡക്സ് കണ്ടിട്ടാണ് ഞാൻ ഈ സാധനം റോഡിൽ നിന്ന് എടുത്തത്. ഇത്രയും നല്ല കാഡക്സ്, കുറേ ചീയലൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മൾ പതുക്കെ നമ്മൾ വെയിലത്ത് കെട്ടിത്തൂക്കിയിട്ടാൽ മതി എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഈ നമ്മൾ മഴ നനയാത്തൊരു സ്ഥലത്ത് കെട്ടിത്തൂക്കിയിടും. കുറച്ച് വെയിലടിച്ചാൽ മതി. ആ വെയിലടിച്ച് കുറേ കാലം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ചീയലൊക്കെ അങ്ങ് മാറും. ഓവറായിട്ട് വെള്ളം വരുമ്പോഴാണ് ഈ അടീനെ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കൊണ്ട് കുഴിച്ച് വെച്ചതിന് ശേഷം എല്ലാ സ്റ്റെമ്മും കട്ട് ചെയ്തു. നീണ്ടിരുന്ന കംപ്ലീറ്റ് സ്റ്റെമ്മും നല്ല മൂർച്ചയുള്ള പുതിയ ബ്ലേഡ് എടുത്ത് കട്ട് ചെയ്തിട്ട് നമ്മൾ സാഫ് ഫംഗിസൈഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നല്ല രീതിയിൽ. പിന്നെ പലരും പറയുന്നുണ്ട് ഈ വെട്ടുന്ന സമയത്ത് കറയുണ്ട്, ഈ കറ തുടച്ച് കളഞ്ഞതിന് ശേഷം നമ്മൾ സാഫ് അപ്ലൈ ചെയ്യാവണമെന്ന്. ഞാൻ തുടച്ചൊന്നും കളഞ്ഞിട്ടില്ല, അല്ലാതാണ് സാധാരണ ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് കണക്ക് അപ്ലൈ ചെയ്ത് ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല വെയിലുള്ള സമയത്ത് മാത്രമേ നമ്മൾ ഈ അടീനിയൊക്കെ കട്ട് ചെയ്യാവുള്ളൂ. മഴ സമയത്തൊന്നും കട്ട് ചെയ്യരുത്. നല്ല വെയിലുള്ള സമയത്ത് നമ്മൾ ഈ അപ്ലൈ ചെയ്യുന്ന സാഫ് ഇടുന്നത് തന്നെ ചീഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം മഴ സമയത്ത് നമ്മൾ കട്ട് ചെയ്യുവാണെങ്കിൽ ഇത് ഫുള്ള് ചീഞ്ഞ് പോകും. അതുകൊണ്ട് നല്ല വെയിലുള്ള സമയത്ത് മാത്രം അടീനിയം പ്രൂൺ ചെയ്യുക. ഇനി നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇതേ കണക്ക് അടീനിയൊക്കെ ഇങ്ങനെ നീണ്ടു പോവുകയാണ്, പൂക്കളൊന്നും വരുന്നില്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അതായത് ഇപ്പം നമ്മുടെ ഗാർഡനിൽ ഇപ്പം നല്ല വെയിലത്ത് ഇന്ന് ഞാൻ എടുത്ത വീഡിയോ ആണ്. ഒത്തിരി പൂക്കളുണ്ട്. ഇതൊന്ന് ഗ്രാഫ്റ്റ് ചെയ്യണമെന്നാണ് ആഗ്രഹം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണേ.